തെലുങ്ക് സിനിമ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇന്നത് ഇന്ത്യയും കടന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് തെലുങ്ക് സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാർ, അവരുടെ ആസ്തി, അവരുടെ ആഡംബര കാറുകൾ ഇവയൊക്കെയാണ്. വീഡിയോ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇത്തരം തെലുങ്ക് നടന്മാരിൽ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് അല്ലു അർജുൻ. ബണ്ണി, മല്ലു അർജുൻ, സ്റ്റൈലി സ്റ്റാർ, ഐക്കൺ സ്റ്റാർ എന്നീ വിളിപ്പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1983 തമിഴ്നാട്ടിലെ മദ്രാസിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 2003 പുറത്തിറങ്ങിയ ഗംഗോത്രി എന്ന ചിത്രത്തിലൂടെയാണ് അല്ലു അർജുൻ ആദ്യമായിട്ട് സിനിമയിലേക്ക്, അഭിനയത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. എന്നാൽ ഇതത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ല. തൊട്ടടുത്ത വർഷമായിട്ടുള്ള 2004 പുറത്തിറങ്ങിയ ആര്യ എന്ന ചിത്രത്തിൽ ഇദ്ദേഹത്തിന് വലിയ വിജയം തന്നെ നേടാനായിട്ട് സാധിക്കുകയാണ്. ഈ ഒരൊറ്റ ചിത്രത്തിലൂടെയാണ് കേരള ജനത അല്ലു അർജുനെ നെഞ്ചിലേറ്റാൻ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഇന്ന് തന്റെ 22 വർഷത്തെ സിനിമാ കരിയറിൽ ഇദ്ദേഹം അഭിനയിച്ചു തീർത്തത് 37-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 250 കോടി രൂപക്ക് മുകളിലാണ്. എന്നിരുന്നാലും പുഷ്പ 2 എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന് ഇദ്ദേഹം വാങ്ങിയ പ്രതിഫലം എന്നത് 300 കോടി രൂപക്ക് മുകളിലാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 10 കോടി 50 ലക്ഷം രൂപ വില വരുന്ന റോൾസ് റോയ്സ് കള്ളിനാൻ, 1 കോടി 3 ലക്ഷം രൂപ വില വരുന്ന വോൾവോ XC90, 75 ലക്ഷം രൂപ വില വരുന്ന ഹമ്മർ H2, 1 കോടി രൂപക്കടുത്ത് വില വരുന്ന മെഴ്സിഡസ് ബെൻസ് GLS 3050 LD, 2 കോടി 40 ലക്ഷം രൂപ വില വരുന്ന റേഞ്ച് റോവർ, 7 കോടി രൂപയോളം വില വരുന്ന ഫാൽക്കൺ ബ്ലാക്ക് കാരവാൻ. ഇതൊക്കെയാണ് ഇന്ന് അല്ലു അർജുന്റെ കൈവശമുള്ള ആഡംബര കാറുകൾ എന്നത്. ഇന്ന് ഇദ്ദേഹം സിനിമക്ക് പുറമെ മറ്റു പല കമ്പനികളുടെയും ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ഇന്നത്തെ അല്ലു അർജുന്റെ മൊത്തമുള്ള ആസ്തി എന്നത് 460 കോടി രൂപയോളമാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് പ്രഭാസ്. 1979 മദ്രാസിലാണ് പ്രഭാസ് ജനിക്കുന്നത്. പ്രഭാസ് രാജു എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. എന്നിരുന്നാലും റിബൽ സ്റ്റാർ, യങ് റിബൽ എന്നീ വിളിപ്പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഇന്ന് ഇദ്ദേഹത്തെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരുടെ ലിസ്റ്റിൽ നമുക്ക് ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. ബിടെക്കിൽ ബിരുദമെടുത്താണ് ഇദ്ദേഹം സിനിമയിലേക്ക്, അഭിനയത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. 2004 പുറത്തിറങ്ങിയ വർഷം എന്ന ചിത്രത്തിലൂടെയാണ് പ്രഭാസ് ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങിയെങ്കിലും അതത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാലും 2015 പുറത്തിറങ്ങിയ ബാഹുബലി എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹത്തെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനായി, ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുന്നത്. 21 വർഷത്തെ തന്റെ സിനിമാ കരിയറിൽ ഇദ്ദേഹം അഭിനയിച്ചു തീർത്തത് 20-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 120 മുതൽ 150 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 8 കോടി രൂപയോളം വില വരുന്ന റോൾസ് റോയ്സ് പാൻറ്റം, 5 കോടി 80 ലക്ഷം രൂപ വില വരുന്ന ലംബോർഗിനി അവന്റോർ, 2 കോടി 40 ലക്ഷം രൂപ വില വരുന്ന റേഞ്ച് റോവർ, 1 കോടി 18 ലക്ഷം രൂപ വില വരുന്ന ജാഗോർ XJ, 1 കോടി രൂപക്കടുത്ത് വില വരുന്ന BMW X5. ഇതൊന്നും കൂടാതെ BMW 7 സീരീസ്, ഓഡി A6, മെഴ്സിഡസ് ബെൻസ് S ക്ലാസ്, ഇതൊക്കെയാണ് പ്രഭാസിന്റെ കൈവശമുള്ള കാറുകൾ എന്നത്. സിനിമക്ക് പുറമെ ഇദ്ദേഹം ഇന്ന് മറ്റു പല കമ്പനികളുടെയും ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ഇന്നത്തെ പ്രഭാസിന്റെ നിലവിലെ ആസ്തി എന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ 250 കോടി രൂപയോളമാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് രാം ചരൺ തേജ കൊനിഡേല എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. എന്നിരുന്നാലും ചെറി, മെഗാ പവർ സ്റ്റാർ എന്നീ വിളിപ്പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1985 മദ്രാസിൽ തന്നെയാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇന്ന് ഇദ്ദേഹം ഒരു നടന് പുറമെ നല്ലൊരു നിർമ്മാതാവ്, അതും കൂടാതെ നല്ലൊരു ബിസിനസ്സുകാരന് കൂടിയാണ്. ഇന്ന് ഇദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരാളാണ്. 2007 പുറത്തിറങ്ങിയ
ചിരുത എന്ന ചിത്രത്തിലൂടെയാണ് രാം ചരൺ ആദ്യമായിട്ട് സിനിമയിലേക്ക് അഭിനയത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. ഇന്ന് ഇദ്ദേഹം തന്റെ സിനിമാ കരിയറിൽ അഭിനയിച്ചു തീർത്തത് 22-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഇന്ന് രാം ചരൺ ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 90 കോടി മുതൽ 100 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 9 കോടി 57 ലക്ഷം രൂപ വില വരുന്ന റോൾസ് റോയ്സ് പാൻഡം, 4 കോടി രൂപയോളം വില വരുന്ന മെഴ്സിഡസ് ബെൻസ് GLS 600, 3 കോടി 20 ലക്ഷം രൂപ വില വരുന്ന ആസ്റ്റോൺ മാർട്ടിൻ വാൻറ്റേജ് V8, 3.5 കോടി രൂപയോളം വില വരുന്ന ഫെരാരി പോർട്ട്ഫോളിനോ. ഇനി ഇതൊന്നും കൂടാതെ BMW പല കാറുകളുണ്ട്, ബെൻസിന്റെ പല കാറുകളുണ്ട്, ഓഡിയുടെ പല കാറുകളുണ്ട് എന്നിങ്ങനെ അടങ്ങുന്ന ഒരു വലിയ ആഡംബര കാറുകളുടെ ശേഖരം തന്നെ ഇന്ന് രാം ചരനുണ്ട്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ നിലവിലെ ആസ്തി എന്നത് സിനിമയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും എല്ലാമായിട്ട് 1370 കോടി രൂപയോളമാണ്. ഇനി നാലാമതായിട്ട് വരുന്നത് മഹേഷ് ബാബു. ഘട്ടമനേനി മഹേഷ് ബാബു എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. എന്നിരുന്നാലും സൂപ്പർ സ്റ്റാർ, യൂണിവേഴ്സൽ ഹീറോ എന്നീ വിളിപ്പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1975 മദ്രാസിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1999 പുറത്തിറങ്ങിയ രാജകുമാരൻ എന്ന ചിത്രത്തിൽ നായകനായിട്ടാണ് ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള നീണ്ട വർഷങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചു തീർത്തത് 35-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 60 കോടി രൂപ മുതൽ 80 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 3 കോടി 86 ലക്ഷം രൂപ വില വരുന്ന റേഞ്ച് റോവർ വോഗ്യു ഓട്ടോ ബയോഗ്രഫി, 2 കോടി 80 ലക്ഷം രൂപ വില വരുന്ന ലംബോർഗിനി ഗെല്ലാഡോ, 1.5 കോടി രൂപയോളം വില വരുന്ന ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ, 85 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസ് E, 50 ലക്ഷം രൂപയോളം വില വരുന്ന BMW 730 LD. ഇതൊക്കെയാണ് ഇന്ന് മഹേഷ് ബാബുവിന്റെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ ആസ്തി എത്രയെന്ന് നോക്കുകയാണെങ്കിൽ 350 കോടി രൂപക്ക് മുകളിലാണ് ഇന്ന് മഹേഷ് ബാബുവിന്റെ ആസ്തി എന്നത്. ഇനി അഞ്ചാമതായിട്ട് വരുന്നത് ജൂനിയർ NTR. നന്ദമുരി താരകം റാം എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. എന്നിരുന്നാലും NTR, യങ് ടൈഗർ എന്നീ വിളിപ്പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1983 ആന്ധ്രാപ്രദേശിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1996 ഇദ്ദേഹം അഭിനയത്തിലേക്ക് സിനിമയിലേക്ക് തന്നെ കടന്നു വരുന്നത്. ഇന്ന് ഇദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ചു തീർത്തത് 30-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇന്ന് NTR ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 60 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 4 കോടി 18 ലക്ഷം രൂപ വില വരുന്ന ലംബോർഗിനി ഉറൂസ്, 1 കോടി 33 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസ് GLS, 2 കോടി 40 ലക്ഷം രൂപ വില വരുന്ന റേഞ്ച് റോവർ വോഗ്യു, 1 കോടി 48 ലക്ഷം രൂപ വില വരുന്ന പോർഷെ 718 കൈമാൻ, 1 കോടി 84 ലക്ഷം രൂപ വില വരുന്ന BMW 7 സീരീസ്. ഇതൊക്കെയാണ് ഇന്ന് ജൂനിയർ NTRന്റെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇന്ന് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്നത് 500 കോടി രൂപക്ക് മുകളിലാണ്. ഇനി ആറാമതായിട്ട് വരുന്നത് പവൻ കല്യാൺ. കൊനിഡേല കല്യാൺ ബാബു എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. എന്നിരുന്നാലും പവൻ സ്റ്റാർ, കല്യാൺ ബാബു എന്നീ വിളിപ്പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഇന്ന് ഇദ്ദേഹം ഒരു നടന് പുറമെ രാഷ്ട്രീയ നേതാവും സിനിമാ നിർമ്മാതാവും എഴുത്തുകാരനും ഒക്കെയാണ്. 1971 ആന്ധ്രാപ്രദേശിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം ഇന്ന് തെലുങ്കിലും തമിഴിലും കന്നഡയിലുമായിട്ട് അഭിനയിച്ചു തീർത്തത് 30-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഇദ്ദേഹം ഇന്ന് ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 25 കോടി മുതൽ 50 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 2 കോടി 20 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസ് AMG G63, 1 കോടി 10 ലക്ഷം രൂപ വില വരുന്ന ജാഗോർ XJ, 1 കോടി 30 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസ് G55 AMG, 60 ലക്ഷം രൂപ വില വരുന്ന BMW 520D, 62 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസ് R350. ഇതൊക്കെയാണ് ഇന്ന് പവൻ കല്യാണിന്റെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ ആസ്തി നമ്മൾ നോക്കുകയാണെങ്കിൽ 164 കോടി രൂപക്ക് മുകളിലാണ്. ഏഴാമതായിട്ട് വരുന്നത് വിജയ് ദേവരകൊണ്ട. 1989 ഹൈദരാബാദിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം ഇന്ന് ഒരു നടന് പുറമെ മികച്ചൊരു പ്രൊഡ്യൂസർ, പ്ലേബാക്ക് സിംഗർ കൂടി
കൂടിയാണ്. 2011 പുറത്തിറങ്ങിയ ന്യുവില എന്ന തെലുങ്ക് കോമഡി ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. തെലുങ്കിന് പുറമെ ഇന്ന് ഇദ്ദേഹത്തിന് മലയാളത്തിലും വളരെയേറെ ആരാധകരുണ്ട്. 14 വർഷത്തെ തന്റെ അഭിനയ കാലത്തിനുള്ളിൽ ഇദ്ദേഹം അഭിനയിച്ചു തീർത്തത് 20ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 75 ലക്ഷം രൂപ വില വരുന്ന ഫോർഡ് മസ്താഗ്, 64 ലക്ഷം രൂപ വില വരുന്ന റേഞ്ച് റോവർ XUV, ഇതൊക്കെയാണ് ഇന്ന് ദേവരകൊണ്ടയുടെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ ആസ്തി നമ്മൾ നോക്കുകയാണെങ്കിൽ 40 കോടി രൂപക്ക് മുകളിലാണ്. ഇനി എട്ടാമതായിട്ട് വരുന്നത് നാനിയാണ്. നവീൻ ബാബു ഗണ്ട എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. എന്നിരുന്നാലും നാച്ചുറൽ സ്റ്റാർ നാനി എന്ന വിളിപ്പേരിലും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1984 ഹൈദരാബാദിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇന്ന് ഇദ്ദേഹം ഒരു നടന് പുറമെ നല്ലൊരു നിർമ്മാതാവ്, ടെലിവിഷൻ അവതാരകന് കൂടിയാണ്. 2008 ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത്. ദ പാരഡൈസ് എന്ന ചിത്രമാണ് വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പുതിയ ചിത്രം എന്നത്. 20 വർഷത്തെ തന്റെ സിനിമാ ജീവിതത്തിൽ ഇദ്ദേഹം അഭിനയിച്ചത് 38ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 35 കോടി രൂപക്ക് മുകളിലാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 3 കോടി 16 ലക്ഷം രൂപ വില വരുന്ന റേഞ്ച് റോവർ ഓട്ടോ ബയോഗ്രഫി, 80 ലക്ഷം രൂപ വില വരുന്ന BMW 5 സീരീസ്, ഇതൊന്നും കൂടാതെ ടൊയോട്ട ഇന്നോവ ക്രൈസ്റ്റ, ടൊയോട്ട ഫോർച്യൂണർ, ഇതൊക്കെയാണ് ഇന്ന് നാനിയുടെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 55 കോടി രൂപക്ക് മുകളിലാണ്. ഇനി 9ാമതായിട്ട് വരുന്നത് രവി തേജ. തെലുങ്ക് സിനിമയിലെ മറ്റൊരു പ്രശസ്ത നടനും നിർമ്മാതാവുമാണ് രവി തേജ എന്നത്. 1968 ആന്ധ്രാപ്രദേശിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. തെലുങ്കിലെ ആക്ഷൻ കോമഡി രാജാവ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഭദ്ര, വീര, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത ചിത്രങ്ങൾ എന്നത്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 30 കോടി രൂപയോളമാണ്. ഇന്ന് ഇദ്ദേഹം തമിഴിലും തെലുങ്കിലും മലയാളത്തിലും കന്നഡയിലും ഒക്കെ ആയിട്ട് അഭിനയിച്ചു തീർത്തത് 62ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 2 കോടി 43 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസ് S ക്ലാസ്, 1 കോടി 24 ലക്ഷം രൂപ വില വരുന്ന BMW M6, 66 ലക്ഷം രൂപ വില വരുന്ന റേഞ്ച് റോവർ ഇവോക്യു, ഇതൊക്കെയാണ് ഇന്ന് രവി തേജയുടെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ ആസ്തി നോക്കുകയാണെങ്കിൽ 120 കോടി രൂപയോളമാണ് ഇന്നത്തെ രവി തേജയുടെ ആസ്തി എന്നത്. നമ്മുടെ ലിസ്റ്റിൽ അവസാനമായിട്ട് 10ാമതായിട്ട് വരുന്നത് റാം പോത്തിനേനി. കേരളത്തിൽ അത്ര തന്നെ ഇദ്ദേഹം ഫേമസ് അല്ല എങ്കിലും തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹം വലിയ പേര് കേട്ട നടനാണ്. 1988 തെലുങ്കാനയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 2001 ഇദ്ദേഹം സിനിമയിലേക്ക് അഭിനയത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 25 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 2 കോടി 10 ലക്ഷം രൂപ വില വരുന്ന നിസാൻ GT12, 2 കോടി 50 ലക്ഷം രൂപ വില വരുന്ന റേഞ്ച് റോവർ ഓട്ടോ ബയോഗ്രഫി, 1 കോടി 20 ലക്ഷം രൂപ വില വരുന്ന പോർഷെ കയാൻ, 75 ലക്ഷം രൂപ വില വരുന്ന BMW X3, ഇതൊക്കെയാണ് ഇന്ന് പോത്തിനേനിയുടെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 110 കോടി രൂപക്ക് മുകളിലാണ്. അപ്പോ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ നടന്മാരിൽ നിങ്ങളെ അതിശയിപ്പിച്ച, അത്ഭുതപ്പെടുത്തിയ നടൻ ആരാണെന്ന് തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോകളുമായിട്ട് കാണാം. താങ്ക് യു.